ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു 10 ബാധകളെക്കുറിച്ച്. 10 ബാധയിൽ 5 ബാധകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ബാക്കിയുള്ള ബാധകളെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. വാക്യം പഠിക്കുന്നുണ്ടല്ലോ. വാക്യം നമ്മുടെ ജീവിതത്തിന്, നമ്മൾ പഠിക്കുന്ന വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ഭാവി ജീവിതത്തിന് അത് ഒത്തിരി സഹായിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ വാക്യം ബൈഹാർട്ട് പഠിക്കണം. മാത്രമല്ല വാക്യം നിങ്ങളുടെ ബൈഹാർട്ട് പഠിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവകൽപ്പനയും കൂടെയാണ്. അപ്പോൾ ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വേദപുസ്തകം വായിക്കാനും വാക്യം പഠിക്കുന്നതും അനുഗ്രഹത്തിന് കാരണമാണ് എന്ന് മനസ്സിലാക്കി, അനുഗ്രഹം വേണ്ടല്ലോ നമുക്ക്. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അത് ചെയ്യാൻ നമ്മൾ കുറച്ചും കൂടെ ഉത്സാഹിക്കണം. ഓക്കെ, ഇന്ന് നമുക്ക് വാക്യം പഠിക്കാം. സങ്കീർത്തനങ്ങൾ 34:17-18 വാക്യം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നാം കണ്ടു, ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ മിസ്രൈം ദേശത്ത് അടിമകളായിട്ട് അവരായിരിക്കുകയാണ്. അപ്പോൾ അവരടിമയായിരിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ കൊണ്ട് കഠിനമായിട്ടുള്ള ജോലികൾ അവരെ കൊണ്ട് ചെയ്യിച്ചു. അവരുടെ കഠിനമായിട്ട് ജോലി ചെയ്യിപ്പിച്ച് അവർ ഒത്തിരി കഷ്ടപ്പെട്ടു. അങ്ങനെ കഷ്ടപ്പെട്ടപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നുണ്ട്, ഞാൻ അവരുടെ നിലവിളി കേട്ടു, ഞാൻ അവരുടെ കണ്ണുനീർ കണ്ട ദൈവമാണ്. അങ്ങനെ നമ്മുടെ വാക്യത്തെ പോലെ തന്നെ ഇസ്രായേൽ മക്കളുടെ കണ്ണുനീരും അവരുടെ നിലവിളിയും, അവർ പാപം ചെയ്തുകൊണ്ടാണ് അവർക്ക് അവരെ പീഡിപ്പിക്കാൻ ഇടയായിട്ട് തീർന്നത്. എന്നാൽ അവരുടെ പാപത്തിൽ അവർ മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം അവരോട് കരുണ തോന്നി. അങ്ങനെ നമ്മൾ 5 ബാധകളെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമുക്ക് 6ാമതായിട്ടുള്ള ഒരു എന്തുവെന്ന് നമുക്ക് കാണാം. അത് 6ാമതുള്ള ബാധ മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായിട്ട് തീർന്നു. എന്ന് വെച്ചാൽ സഹിക്കാൻ വയ്യാത്ത, നമുക്കറിയാലോ, പുണ്ണ് നമ്മുടെ ശരീരത്തിൽ പരു പോലെ പുണ്ണ് വരുന്ന ഒരു ചെറിയ, അത് എവിടെയല്ല, മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും, അത് എല്ലായിടത്തുമാണ് വരുന്നത്. നമുക്കറിയാലോ, ഒരു കുരു, നമുക്ക് ചില സമയത്ത് നെറ്റിയിലൊരു കുരു വന്നാൽ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. വായിലൊരു കുരു വന്നാലോ വെള്ളമിറക്കാനും വയ്യ, മറ്റുള്ള ബുദ്ധിമുട്ട്. കണ്ണിൽ കുരു വന്നാലോ അത് സഹിക്കാൻ വയ്യാത്ത ഇതാണ്. കാലിൽ സാധാരണ കുരു വന്നാൽ നമുക്ക് ഇത് പുണ്ണായി പൊങ്ങുന്ന പരുവായിട്ട് തീർന്നു. പരുവും കൊണ്ട് പരു പഴുത്ത് ഒലിക്കത്തക്ക രീതിയിലുള്ള പുണ്ണായി പൊങ്ങുന്ന പരുവാണ് വന്നത്. അപ്പോൾ എത്ര പുണ്ണായി പൊങ്ങുന്ന പരു വരുമ്പോഴും അവർ അടുപ്പിലെ വെണ്ണീർ വാരി എറിയുകയാണ് ചെയ്തത്. അപ്പോൾ അത് പുണ്ണായി വന്നു. എന്നാൽ ഈ പരു നിമിത്തവും മന്ത്രവാദികൾക്ക് മോശയുടെ നിൽപ്പാൻ കഴിഞ്ഞില്ല. മന്ത്രവാദികൾക്കും എല്ലാ ഇസ്രായേൽമാർക്കും ഉണ്ടായിരുന്നു. എന്നാൽ യഹോവ മോശയോട് അരുളി ചെയ്തിരുന്ന പോലെ അവൻ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. ആദ്യം ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ദൈവം അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ നാം വളരെ സൂക്ഷിക്കണം. ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? അത് ദൈവം നമ്മളെ മനസ്സിലാക്കി തരുമ്പോൾ നമ്മളത് റിപ്പൻറ്റ് ചെയ്ത് ആ പാപത്തെ വിട്ടുമാറിയില്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ ഹൃദയം കഠിനമാകും. വീണ്ടും നമ്മൾ പാപം ചെയ്യാനായിട്ട്, കൂടുതൽ പാപം ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീരും. ഒരു പാപത്തിന് പകരം 10 പാപം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും, നമ്മുടെ ഹൃദയത്തെ, കർത്താവ് നമ്മുടെ സഹോദരന്മാരിൽ കൂടെ, സുവിശേഷന്മാരിൽ കൂടെ, പ്രസംഗികളുടെ കൂടെ നമ്മുടെ ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ നാം നമ്മുടെ ഹൃദയത്തെ ഒരിക്കലും കഠിനമാക്കാതെ നമ്മൾ പശ്ചാത്താപപ്പെട്ട് നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവ് ഏത് പാപങ്ങളും നമ്മളോട് ക്ഷമിച്ചു തരും. എന്നാൽ നമ്മുടെ ഹൃദയം കഠിനമാക്കിയാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ദൈവവും നമ്മുടെ ഹൃദയം കഠിനമാക്കും. ചില പിന്മാറ്റക്കാരെ നമ്മളറിയാം. അവരുടെ ജീവിതത്തിൽ നിന്ന് ചെറിയൊരു കാരണം കൊണ്ടായിരിക്കും അവർ പിന്മാറ്റത്തിലായത്. എന്നാൽ ആ പിന്മാറ്റം അവരെ ഒരു പിന്മാറ്റത്തിൽ നിന്ന് മറ്റേ പിന്മാറ്റത്തിലേക്ക് പോയി, ഒരു പാപത്തിൽ നിന്ന് മറ്റേ പാപത്തിലേക്ക് പോയി.
അത് കഴിഞ്ഞിട്ട് അവർ വലിയ പാപങ്ങൾ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഫറവോൻ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. അതിനുശേഷം 7ാമതായിട്ട് അടുത്ത കൽമഴ അയച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം സർവശക്തനാണ്. ദൈവം ഈ ഭൂമണ്ഡലം എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അതുകൊണ്ട് അവന് അസാധ്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കൽമഴയോട് കൂടെ വിടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായിരുന്നു. മിസ്രൈം ദേശത്തിന്മേൽ മോശ തൻ്റെ വടി ആകാശത്തിലേക്ക് നീട്ടിയപ്പോൾ യഹോവ ഇടിയും കൽമഴ അയച്ചു. തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി യഹോവ മിസ്രൈം ദേശത്തിന്മേൽ കൽമഴ പെയ്യിച്ചു. എന്നാൽ മിസ്രൈം ദേശത്ത് ജനവാസം തുടങ്ങിയത് മുതൽ ഇതുപോലെയൊരു കൽമഴ ഒരിക്കലും വന്നിട്ടില്ല. സകലത്തെയും കൽമഴ സംഹരിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ പാർത്തിരുന്ന ഗോശൻ ദേശത്ത് മാത്രം കൽമഴ ഉണ്ടായില്ല. സർവശക്തൻ്റെ കഴിവ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് തൃക്കാക്കര കൊച്ചിൻ യൂണിവേഴ്സിറ്റിയോട് ചേർന്നുള്ള ഭാഗത്താണ്. അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ മഴ പെയ്തു. നടന്നു പോകുന്ന ദൂരത്ത് മഴ പെയ്തില്ല എന്ന് പറയുമ്പോൾ അത് എത്രയോ അത്ഭുതകരമാണ്. പക്ഷേ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ വേഗം മോശയെ അഹരോനെ വിളിപ്പിച്ച് അവരോട് പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. യഹോവ നീതിയുള്ളവൻ, ഞാൻ എൻ്റെ ജനവും ദുഷ്ടന്മാർ. യഹോവയോട് പ്രാർത്ഥിപ്പിൻ. ഈ ഭയങ്കരമായ ഇടിയും കൽമഴയും മതി, ഞാൻ നിങ്ങളെ വിട്ടയക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം മോശ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവെങ്കിലേക്ക് കൈമലർത്തി, ഭൂമി യഹോവയ്ക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കം നിന്നു പോകും, കൽമഴയും പിന്നെ ഉണ്ടാകുകയില്ല. എന്നാൽ നീ നിൻ്റെ ഭൃത്യന്മാരും യഹോവയെ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചണവും യവവും എല്ലാം നശിച്ചു പോയി. കൽമഴ നിന്നു. മോശ പ്രാർത്ഥിച്ചതുകൊണ്ട് പട്ടണത്തിൽ പോയപ്പോൾ മോശ പ്രാർത്ഥിച്ചു. അതാണ് ദൈവത്തിൻ്റെ അത്ഭുതം. അത്രയും നേരം കൽമഴ പെയ്തു. എന്നാൽ മോശ പ്രാർത്ഥിച്ചപ്പോൾ കൽമഴ നിന്നു. എന്നാൽ ഫറവോൻ പിന്നെയും അവൻ പാപം ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ 7ാമത്തേതായിട്ട് കണ്ടു. 8ാമതായിട്ട് ദേശത്തെല്ലായിടവും വെട്ടുക്കിളി ഉണ്ടായി. ദേശത്തെല്ലായിടവും വെട്ടുക്കിളി ഉണ്ടായി. വെട്ടുക്കിളി മിസ്രൈം ദേശത്തൊക്കെയും വന്നു. മിസ്രൈമിൻ്റെ അതിർക്കകത്തൊക്കെയും അനവധിയായി വീണു. അതുപോലെ വെട്ടുക്കിളി ഉണ്ടായിട്ടില്ല, ഇനി അതുപോലെ ഉണ്ടാകുകയുമില്ല. അത് ഭൂതലത്തെ ഒക്കെയും മൂടി. ദേശം അതിനാൽ ഇരുണ്ടുപോയി. കൽമഴയായി ശേഷിച്ചതായി നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളുടെ സകല ഫലവും അത് തിന്നുകളഞ്ഞു. മിസ്രൈം ദേശത്തെങ്ങും വൃക്ഷങ്ങളിലാകട്ടെ നിലത്തിലെ സസ്യത്തിലാകട്ടെ പച്ചയായതൊന്നും ശേഷിച്ചില്ല. അപ്പോൾ പിന്നെയും ഫറവോൻ മോശെ അഹരോനെയും വേഗത്തിൽ വിളിപ്പിച്ചു. പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കാനായിട്ട് ഞാൻ നിങ്ങളെ വിടാം. ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം, കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു, ഈ പ്രാവശ്യം മാത്രം മതിയെന്ന്, നീ എൻ്റെ പാപം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഈ ഒരു മരണം എന്നെ വിട്ടു നീങ്ങുവാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞു. യഹോവ സർവശക്തനാണെന്ന് ഫറവോൻ അറിയാമായിരുന്നു. അങ്ങനെ മോശ ഫറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു, യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ മഹാശക്തിയുള്ള ഒരു പടിഞ്ഞാറൻ കാറ്റടിപ്പിച്ചു. അത് വെട്ടുക്കിളി എടുത്ത് ചെങ്കടലിൽ ഇട്ട് കളഞ്ഞു. മിസ്രൈം ദേശത്ത് എങ്ങും ഒരു വെട്ടുകിളി പോലും ശേഷിച്ചില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സമയത്ത് ഇസ്രായേൽ പാർത്ത ഗോശൻ ദേശത്ത് വെട്ടുക്കിളി ഉണ്ടായില്ല. അത്രയും സർവശക്തനാണ് നമ്മുടെ ദൈവം എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നാലും യഹോവ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല. അവൻ ആദ്യം നമ്മൾ വായിക്കുമ്പോഴെല്ലാം കാണുന്നത് ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവരെ വിട്ടയച്ചില്ല. അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരത് ചെയ്തു കഴിയുമ്പോൾ വീണ്ടും ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. എന്നാൽ ഇപ്പോൾ അവരുടെ ഹൃദയം വീണ്ടും കർത്താവ് കഠിനമാക്കി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയം ഒരിക്കലും നാം കഠിനമാക്കരുത്. നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ദൈവം പറയുമ്പോൾ പശ്ചാത്താപിച്ച് ദൈവത്തോട് ക്ഷമ ചോദിച്ച് നമുക്ക്
നമ്മുടെ ഒന്നിയോഹന്നാൻ പറയുന്ന പോലെ ദൈവം സർവശക്തനാണ്, അവൻ ക്ഷമിക്കുന്നവനാണ്, അവൻ കരുതുന്നവനാണ്, കണ്ണുനീർ കാണുന്നവനാണ്. ഒന്നിയോഹന്നാൻ 2:1 പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടെ തന്നെ മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. അപ്പോൾ അത് ദൈവം നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വേഗം നമ്മുടെ തെറ്റുകളെ, നമ്മുടെ പാപങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇതിൽ അനേക പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഫറവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നാമതായിട്ട് ദൈവം ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത്, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്കൊരു തെറ്റുണ്ടെങ്കിൽ, പാപമുണ്ടെങ്കിൽ, നമ്മൾ കർത്താവ് സ്വർഗത്തിലുണ്ട്, അവൻ ക്ഷമിക്കുന്നവനാണ്. അവനോട് അവൻ്റെ നമ്മുടെ തെറ്റുകളെ ഏറ്റു പറഞ്ഞാൽ അവൻ ക്ഷമിക്കും. അങ്ങനെ എപ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഫറവോന് പറ്റിയതുപോലെ നമ്മൾക്കും പറ്റും. മൂന്നാമതായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട്, നമ്മുടെ ദൈവം സർവ്വശക്തിയുള്ള ദൈവമാണ്. ഗോശാൻ ദേശത്തെങ്ങും ഒരു നായീച്ച പോലും വന്നില്ല. ഗോശാൻ ദേശത്തിലുള്ള ദൈവമക്കൾക്ക് പുണ്ണുണ്ടായില്ല, അതുപോലെ തന്നെ കുരു ഉണ്ടായില്ല. അവിടെ നായീച്ച വന്നില്ല, കൽമഴ പെയ്തില്ല. നമ്മുടെ ദൈവം സർവ്വശക്തിയുള്ള ദൈവമാണ്. നാലാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവം തൻ്റെ മക്കളെ സൂക്ഷിക്കുന്നവനാണ്. അഞ്ചാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവം സർവശക്തനാണ്. മോശയിൽ കൂടെ പ്രവർത്തിക്കുന്ന ദൈവം സർവശക്തനാണ്. മോശ പട്ടണത്തിന് പുറത്ത് പോയി പ്രാർത്ഥിക്കുന്നു, അത് ഉടനെ തന്നെ ഇത് നിന്നു പോകുന്നു. കൽമഴ നിന്നു. എത്ര ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന കൽമഴ ഉടനെ തന്നെ പോയി. വെട്ടുക്കിളി കാറ്റ് വന്ന് ആ വെട്ടുക്കിളിയെ മുഴുവനായിട്ട് എടുത്ത് സമുദ്രത്തിലിട്ടു. നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് മാത്രമല്ല, ദൈവം നമ്മുടെ സർവശക്തിയുള്ള ദൈവം ആയതുകൊണ്ട് മാത്രമല്ല, നമുക്കേത് സമയത്തും അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളുമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് തന്ന കഥയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സംഭവത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ കരുതുന്ന കർത്താവ് ജീവിക്കുന്നവനാണ്, ഞങ്ങളെ സ്നേഹിക്കുന്നവനാണ്. കർത്താവെ, ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു മധ്യസ്ഥനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറവാൻ ഞങ്ങളെ സഹായിക്കണം. ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുവാൻ ഞങ്ങളെയോ ഈ കുഞ്ഞുങ്ങളെ ഒന്നിനെയോ അനുവദിക്കരുതേ എന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു. മക്കളോട് കരുണ തോന്നണം. കർത്താവെ, നീ സഹായിക്കണം. ഹൃദയത്തെ കഠിനമാക്കാത്തവരായിട്ട് ജീവിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങളോട് കൂടിയുള്ളതുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേട്ടതുകൊണ്ട് സ്തോത്രം. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മാത്രമല്ല, ആ ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈ അമർത്താനായിട്ട് മറക്കരുത്. ഓക്കെ, ബൈ ബൈ. May God bless you all.